ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. മത്തായി 14-ന്റെ 15 മുതൽ 21 വരെ ആരംഭ വാക്യങ്ങൾ മാത്രം വായിക്കട്ടെ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി, പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. 4 സുവിശേഷങ്ങളിലും ഒരുപോലെ പറഞ്ഞിട്ടുള്ള അത്ഭുതമാണ് 5000 പുരുഷന്മാരെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ച കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി. മർക്കോസ് 6-ാം അധ്യായത്തിലും ലൂക്കോസ് 9, യോഹന്നാൻ 6 ഇങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം ഇത് കാണാം. ഇത് വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠതകളിൽ ഒന്നിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതാണ്. ആവശ്യത്തിന് ദൈവം കരുതുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ ചെന്നു. ഇത് മരുഭൂമിയാണ്, അതായത് അസാധ്യതയാണ് ശിഷ്യന്മാരുടെ കണ്ണിൽ ആദ്യം കാണുന്നത്. അവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മറ്റ് സാധ്യതകളൊന്നുമില്ല. എന്നാൽ കർത്താവിൻ്റെ ശക്തിയിൽ അവരാശ്രയിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. മാനുഷികമായ കണ്ണുകളാൽ സാധ്യമല്ലാത്തവയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ ദൈവം മനുഷ്യൻ്റെ ആവശ്യങ്ങളിൽ സാധ്യതയുടെ വാതിൽ തുറക്കുന്നവനാണ്. കർത്താവ് പറയുന്നത്, അവർ പോകാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. ഇതൊരു വലിയ ചാലഞ്ചാണ്. കൈ ശൂന്യമാണ്, മറ്റ് റിസോഴ്സസ് ഒന്നുമില്ലാത്ത ഒരിടത്ത് മരുഭൂമി എന്ന് പറയുന്നത് തന്നെ സാധ്യതകൾ ഒന്നുമില്ലാത്ത ഇടമെന്നാണ്. അവിടെയാണ് കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നത്, നിങ്ങളാണ് അവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കേണ്ടത്. കർത്താവ് പറയുന്നു, ഈ മരുഭൂമിയുടെ യാഥാർത്ഥ്യത്തിൽ ജനത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ ദൈവത്തിന് സാധിക്കും. തങ്ങളുടെ കഴിവുകൾ ഇത്ര വലിയ പുരുഷാരത്തിൻ്റെ ആവശ്യം നിറവേറ്റാൻ അപൂർണമാണെന്ന് ശിഷ്യന്മാർ പറയുന്നു. അവർ പറയുന്നത്, ആകപ്പാടെ ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്ന് ഞങ്ങൾ കണ്ടു. അതും അവരുടെ കയ്യിലല്ല, മറ്റൊരാളിൻ്റെ കയ്യിലാണ്. അത് അറിഞ്ഞ കർത്താവ് പറയുന്നു, ആളുകളോട് പുല്ലിന്മേൽ പന്തി പന്തിയായി ഇരിക്കുക. 5 അപ്പവും 2 മീനും കർത്താവ് തൻ്റെ കരങ്ങളിലെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവരത് വിളമ്പി. ആദ്യം അവർ ഇരുന്നു, തുടർന്ന് ഭക്ഷണം ലഭിച്ചു. ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും എന്ന് 132-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഒരു മരുഭൂമിയാണ്. മനുഷ്യന് ജീവൻ്റെ അപ്പം ആവശ്യമായിരിക്കുന്നു. ശിഷ്യന്മാരെ പോലെ നമ്മളും ജീവൻ്റെ അപ്പം പ്രാപിച്ച് മറ്റുള്ളവർക്ക് വിളമ്പി നൽകാൻ വിളിക്കപ്പെട്ടവരാണ്. ഭക്ഷിക്കാനുള്ളവരെ പന്തിയായി ഇരുത്തിയെന്ന് മർക്കോസ് 6-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യത്തിൽ കാണുന്നു. നൂറ് ആളുകളെ 50 പന്തിയായി ഇരുത്തിയാലും 50 ആളുകളെ 100 പന്തിയായി ഇരുത്തിയാലും 5000 എന്നുള്ള കണക്ക് നമുക്ക് ലഭിക്കുന്നു.
നെടുകെ 100 കുറുകെ 50 എന്നാണ് അർത്ഥം. പറയത്തക്കതായി യാതൊന്നും കാണാനില്ലെങ്കിലും സംശയം കൂടാതെ പുരുഷാരം പന്തിയിരുന്നു. അവനെ വിശ്വസിച്ചവർ എല്ലാവരും തൃപ്തരായി. അപ്പം നമ്മുടെ കണ്ണുകൾക്ക് സാധ്യമല്ലാത്ത ഇടങ്ങളിൽ കർത്താവ് നമുക്ക് വേണ്ടി മേശ ഒരുക്കുന്നവനാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കഴിവുകളും നമ്മുടെ അറിവും നമ്മുടെ സമ്പത്തും നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നില്ല. അപ്പോൾ അസാധ്യതകളുടെ മധ്യത്തിൽ സാധ്യതയുടെ വാതിൽ തുറന്ന് വിരുന്നൊരുക്കുന്ന കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. ഇത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിൻ്റെ അനുഭവമാക്കി മാറ്റണം. നമ്മൾ നിസ്സഹായരായി പോകുമ്പോൾ, നമ്മുടെ കരങ്ങൾ ശൂന്യമാവുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങളുമായി ചെല്ലുക, നമ്മിൽ ഉള്ളത് സമർപ്പിക്കുക. ദൈവം അതിനെ വാഴ്ത്തി നുറുക്കും, അനുഗ്രഹിച്ച് നമുക്ക് നൽകും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ടവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ ചേർന്ന് വരുമ്പോൾ അങ്ങയുടെ വചനം ഞങ്ങൾക്ക് തൃപ്തമായി നൽകിയല്ലോ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് ഓർമ്മിപ്പിച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ അസാധ്യതകളെ അവിടുന്ന് സാധ്യമാക്കണമേ. ഞങ്ങളുടെ അടഞ്ഞ വഴികളെയും വാതിലുകളെയും അവിടുന്ന് തുറന്നു നൽകണമേ. കർത്താവിന് നാം മഹത്വപ്പെടുവാൻ, തൃപ്തരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു മശിഹാ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ആശീർവാദവും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.